നിൽക്കുമല്ലോ, നമ്മൾ പിണങ്ങി നിൽക്കുക. അങ്ങനെ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറ. പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. പിണങ്ങി നിൽക്കുന്നവർക്ക് നോമ്പിൻ്റെ ഇസ്സത്തില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 3 ദിവസത്തിലധികം ഒരാളായിട്ട് പിണങ്ങിക്കാൻ പാടില്ല. പിണക്കെന്നൊക്കെ പറയുന്നത് മരണപ്പെടാൻ വരിക എന്നറിയില്ല. അതുകൊണ്ടൊരു സത്യവിശ്വാസി എപ്പോഴും, സത്യവിശ്വാസിയെ പറ്റി ഇണങ്ങുന്നവനാണ് സത്യവിശ്വാസി. ഇണക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈമാൻ എവിടെയോ പുഴുക്കുത്തുണ്ട്. ഒരാളായിട്ട് മിങ്കിളാകുന്നില്ല, ഒരാളോട് മിണ്ടുന്നില്ല. അങ്ങനല്ല ജീവിതം. കാരണം നമുക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ 2 ആളും, ഒരു ഭാര്യയും ഭർത്താവും 2 മാസമായിട്ട് ഒരു പിണങ്ങി നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ അത്തോളി നിന്നാണ് അവർ വരുന്നത്. 2 മാസമായിട്ട് പിണങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ അവരെയൊക്കെ സംസാരിപ്പിച്ച് എല്ലാക്കി ഒരു കയ്യൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടയിലെത്തിയപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. ഞാൻ മനസ്സിലങ്ങനെ നെയ്യത്ത് വെച്ചാണ് അവരെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അല്ല, ഈ 2 മാസം പിണങ്ങി നിൽക്കുന്നതിനിടയിലാണ് നിങ്ങളിൽ ഒരാൾ മരിക്കുന്നതെങ്കിൽ മറ്റേ കള്ള ദീർഘായുസം കൊടുത്താൽ അയാൾ ഇനി 25 കൊല്ലം ജീവിക്കണം. അയാൾ ഏത് ടെൻഷനിലായിരിക്കും ജീവിക്കുക? പഠിച്ചോനെ, എൻ്റെ ജീവിതത്തിലെ പങ്കാളിയായ എൻ്റെ ഭാര്യ, എനിക്ക് മക്കളെ തന്ന എൻ്റെ ഭാര്യ, എനിക്ക് ഒരുപാട് കൊല്ലം ഭക്ഷണം വിളമ്പി തന്ന എൻ്റെ പ്രാണപ്രേയസി, എൻ്റെ ശരീരം അവളുടെ ശരീരവുമായി ഒത്തുചേർന്ന് 10-25 കൊല്ലം. പഠിച്ചോനെ, മരിക്കുമ്പോൾ ഏറ്റവും മിണ്ടാതെ ഓളെ കൊണ്ടച്ച ചായ ഇങ്ങനെ തട്ടിമറിച്ചിട്ട് എണീറ്റ് പോകുന്ന ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവർ കൂടുതൽ കരഞ്ഞു. നമ്മളുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും പിണങ്ങരുത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖും വേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു പ്രശ്നം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു തെറി പറഞ്ഞു, മോശമായൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബിന് ഭയങ്കര കുറ്റബോധം തോന്നി. അബൂബക്കർ സിദ്ദീഖിൻ്റെ പിന്നാലെ കൂടിയിട്ട് അവസാനം റസൂലിൻ്റെ അടുത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞാൻ എന്നെ പറഞ്ഞ ചീത്ത അങ്ങോട്ട് പറയണമെന്നാണ് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യ. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും അള്ളാഹു പുറത്ത് തരട്ടെ എന്ന് പറയൂ ഉമറേ. അല്ല പുറത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? അതുകൊണ്ട് പരസ്പരം പൊറുക്കുക. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിൻ്റെ മകളുടെ പേരിൽ ആക്ഷേപം പറഞ്ഞപ്പോൾ ഒരാൾക്ക് സഹായം കൊടുക്കൂല എന്ന് പറഞ്ഞല്ലോ. ആ സമയത്താണ് സൂറത്ത് നൂറിലെ 11-ാമത്തെ വചനം ഇറങ്ങി, 24-ലെ, നിങ്ങൾക്ക് അല്ല പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അതുപോലെ പരസ്പരം പുറത്തു കൊടുക്കണം. അപ്പോൾ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.